Welcome to the European classical literature. So today I am going to talk about the origin of Roman comedy. ഈ റോമൻ കോമഡിൻ്റെ ഒറിജിൻ അറിയണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു നോ ഏൻഷ്യൻ ഗ്രീക്കിൻ്റെ ഒറിജിൻ എങ്ങനെ ഉണ്ടായി, ഗ്രീക്കിൽ നിന്നുള്ള കോമഡി എങ്ങനെയാണ് ഉണ്ടായെന്ന്. യു ക്യാൻ സേ എവറിത്തിങ് കെയിം ഫ്രം ഗ്രീക്ക്. ഫസ്റ്റ് ഗ്രീക്ക് പ്ലേസ് എല്ലാം, ഗ്രീക്കിൻ്റെ പ്ലേ തുടങ്ങിയത് തന്നെ എന്തായിരുന്നു, ഒരു റിച്വൽ പ്രാക്ടീസായിട്ട് ഗോഡ് ഡൈനൈസസിന് വേണ്ടിയിട്ട് ഒരു ആചാരപ്രകാരമായിട്ട് കുറച്ച് ആൾക്കാർ തമ്മിൽ ആ ഒരു സർക്കിൾ കണ്ടില്ലേ, അവിടെ കുറച്ച് കോറസും ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദറ്റ് ഗോഡ് വിൽ ബി സിറ്റിംഗ് ആൻഡ് പീപ്പിൾ വിൽ ബി പ്ലേയിങ് റിച്വൽസ് ആൻഡ് പെർഫോമിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോഡ്. ബിഫോർ അപ്പോൾ ഗോഡിന് പകരം ആ ഗോഡ് സ്റ്റാച്യു വിൽ ബി കെപ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദറ്റ്, ഇൻ ദ സെൻറ്റർ ഓഫ് ദ പ്ലേ ആൻഡ് മാസ് വിൽ ബി എക്സ്ചേഞ്ച്ഡ്. അങ്ങനെയാണ് തിയേറ്ററിൽ പെർഫോം ചെയ്യുന്നത്. കോറസ് വിൽ ബി ടോക്കിംഗ് ആൻഡ് ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ ആ ക്യാരക്ടറിന് എന്താണ് ക്യാരക്ടർ പറഞ്ഞാൽ അത് ഏറ്റു പറയും കോറസ്. ആ കോറസ് ഏറ്റു പറയുമ്പോൾ ഇൻട്രഡക്ഷൻ, ഇപ്പോഴത്തെ നറേഷൻ കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും നമുക്ക് ആ കോറസ് നിന്നിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എവറിത്തിങ് ബാക്കപ്പ് നമുക്ക് പറയാം ഏൻഷ്യൻ ഗ്രീക്ക് എന്നാണ് തുടങ്ങി. അപ്പോൾ ഈ ട്രാജഡി കഴിഞ്ഞതിൻ്റെ ശേഷം, ആഫ്റ്റർ ദ ട്രാജഡി എവറി പീപ്പിൾ ഗോട്ട് ബോർഡ് ആൻഡ് ദേ വാണ്ടഡ് സം എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഈ സീരിയസും ഇപ്പോൾ ട്രാജിക് ആയിട്ടുള്ള ഈവൻറ്റ്സ് കാണുമ്പോൾ കരച്ചിൽ, ഫിയർ, അതൊക്കെ എല്ലാം കണ്ടിട്ട് ഇപ്പം ദി തോട്ട് ഓഫ് സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് വി ക്യാൻ സേ ദ കോമഡി ഒറിജിൻ, ദ ഫാദർ ഓഫ് കോമഡി ഈസ് Aristophanes. So from the Greek, we can see Greek plays. Everything is copied by the Romans are greatly influenced by the Greek plays, and we can see in the theatre of Roman theatre ഗ്രീക്കിൻ്റെ പ്ലേസ് എല്ലാം പെർഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. So before this theatre coming and all, we can see the pottery shows. ഫ്രം ദ പോട്ടറീസിൽ പെയിൻറ്റിങ്സിലൂടെയാണ് ഡ്രാമാസ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ പോട്ടറീസ് വി ക്യാൻ സീ ദ പീപ്പിൾസ് പിക്ചേഴ്സ്, ദ പിക്ചർ ഓഫ് ദ മാൻ സംടൈംസ് ഇൻ വൈൽഡ് കോസ്റ്റ്യൂംസ് ആൻഡ് കോമിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ആകുമ്പോൾ സംസാരം യു ക്യാൻ സീ നേക്കഡ് ആൻഡ് ഓൾ. സോ ഇൻ അമ്യൂസിങ് വേ അങ്ങനത്തെ ഫിഗേഴ്സ് വി ക്യാൻ സീ. സോ ഇങ്ങനത്തെ ഓരോ ആക്ട്സും കോമിക്കായിട്ടുള്ള സീനറീസും വി ക്യാൻ സീ ഇൻ ദിസ് ബിഫോർ ദ കമ്മിങ് ഓഫ് കോമഡി. അപ്പോൾ കോമഡി ആദ്യം ഉണ്ടായിരുന്നു, ഏൻഷ്യൻ ഗ്രീക്കിലുണ്ടായിരുന്നു ഇൻ ഫോം ഓഫ് പോട്ടറി. ദെൻ ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു പ്ലേസ്. So the comedy origin we can say from the father of comedy is Aristophanes, and Roman comedy took off its origin from the Greek dramas of old comedy, namely Aristophanes. Okay, old comedy Aristophanes, and new comedy of Menander, Diphilus and Philmon. Now we can see the origin of ancient comedy has been lost to time. However, we know from pottery, I showed you that pottery depicting man as actors dressing up in wild costume, that it was firmly established by the 6th century BCE. Ancient Greek comedy can be split into 3 distinct categories. അപ്പോൾ 3 distinct categories ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് കോമഡി, മിഡിൽ കോമഡി, വിച്ച് ഹാസ് ബീൻ ഓൾമോസ്റ്റ് ലോസ്റ്റ് ടു അസ്, ആൻഡ് ന്യൂ കോമഡി. അപ്പോൾ ഈ ഓൾഡ് കോമഡി എന്ന് പറയാം, ഇന്ന് ഈ ഒരു കാലത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന കോമഡീസ് വി ക്യാൻ സി അരിസ്റ്റോഫെയിൻസ് കോമഡി, വിച്ച് ഹാവ് ബീൻ ബോട്ട് ടു മോഡേൺ ടൈംസ്. ഓക്കെ, ഓൾഡ് കോമഡി, അതിലെ പ്ലോട്ടസ്. ഓക്കെ, ദെൻ we can see middle comedy, it has been lost because there is no proof or evidence for that. And new comedy would poke fun at contemporary issues, politicians, philosophers and fellow poets and artists. ഇപ്പോൾ ഒരു ന്യൂ കോമഡീൻ്റെ ഇഷ്യൂസ് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടോ, പൊളിറ്റിക്കൽ പീപ്പിളിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ റോയൽസിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഫെലോ പോയറ്റ്സോ ആർട്ടിസ്റ്റിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ന്യൂ കോമഡിയിൽ കാണാൻ പറ്റും. അപ്പം സോ ഗ്രീക്ക് കോമഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3, ദാറ്റ് ഈസ് ഓൾഡ് കോമഡി, middle comedy and new comedy. Old comedy we can say the father of old comedy is Aristophanes. കോമഡി ആദ്യം ഒരു കോമഡി എഴുതിയിരുന്നു, ആ ഒരു പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ ഇറ്റ് വാസ് പെർഫോം ആൻഡ് എവറി വൺ സ്റ്റാർട്ടഡ് ടു laugh and entertain. Everyone was entertained and laughed, and this scene, this was a mocking to that King Leon,
ക്ലിയോൺ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾക്കൊരു മോക്കിങ്. അപ്പോൾ അയാൾ പബ്ലിക്കിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. അയാൾ അരിസ്റ്റോഫെൻസിനെ ഇൻസൾട്ട് ചെയ്തു. ആ ഒരു സംഭവത്തിൽ അരിസ്റ്റോഫൻസ് വീണ്ടും ആഫ്റ്റർ 3 years ഹി അഗെയിൻ റോട്ട് എ പ്ലേ ബാബിലോണിയ ഇൻ ദാറ്റ് ഒരു കോമഡി എഴുതി. ആ ഒരു കോമഡിയിൽ നമ്മളെ ക്ലിയോൺ എന്ന ഒരു കിങ്ങിനെ കുറിച്ച് ശരിക്കും മോക്ക് ചെയ്തുകൊണ്ട് ആ റൂളിനെ ശരിക്കും ഒരു മൊണാർക്കിയിൽ റൂളിനെ മോക്ക് ചെയ്തുകൊണ്ടായിരുന്നു നമുക്ക് പിന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കോമഡി സീൻ, ഒരു ഷിഫ്റ്റ് ഫ്രം ട്രാജഡി ടു കോമഡി ആ ഒരു സീനിൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഷിഫ്റ്റ് ഓൾസോ ഫ്രം പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഓൾസോ വാസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം the monarchy to democratic shift. Okay, so we can see political ഓരോ ടൈമിലും നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ സറ്റാരിക് ആയിട്ട് പോലെ മ്യൂസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ ഈ എല്ലാ സംഭവങ്ങളും ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്നാണ് തുടങ്ങിയത്. ഏൻഷ്യൻ ഗ്രീക്കിൽ തുടങ്ങിയത് പറഞ്ഞാൽ ഫസ്റ്റ് ഗോഡ് ഡയനൈസസിന് വേണ്ടിയിട്ട് ഒരു റിച്വൽ പ്രാക്ടീസ്, ഒരു ആചാരപ്രകാരമാണ് തുടങ്ങിയത്. ദെൻ ആ റിച്വൽ പ്രാക്ടീസിൻ്റെ ഡാൻസ്, മ്യൂസിക്സ്, അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലേറ്റർ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ഓരോ സംഭവങ്ങളാണ്. പിന്നെ ട്രാജഡീനെ സംഭവിച്ചോളും ട്രാജഡി കഴിഞ്ഞിട്ട് ട്രാജിക്കായിട്ടുള്ള ഒരു ഈവൻസും ഹൈലി അല്ലായിട്ട്. അപ്പോൾ ട്രാജിക്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഹൈലി സീരിയസ് ആയിട്ടുള്ള ഈവൻസ് ആവണം. ഹീറോന് ഹൈലി എൻഡായിട്ടുള്ള ആവും. ലാസ്റ്റ് വരെ ഒരു എൻഡ് കംപ്ലീറ്റ് ആവും. പിന്നെ ആ ട്രാജിക് ഈവൻറ്റ് ലാസ്റ്റ് ആയും അപ്പോൾ അതിൽ നിന്നൊരു എഫക്റ്റ് ഫിയറോ സാഡ് ഈവൻസ് ആവും. ബട്ട് കോമഡീസ് ചേഞ്ച് വി can see. Comedy plays we can see it is full of love. Comedy is aimed to make people, to entertain people. On the side, other side, ഒരു സൈഡ് എൻ്റർടൈൻ ചെയ്യുന്നതാണ്, മറ്റേ സൈഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസോ പൊളിറ്റിക്കലിനെ വ്യൂ ചെയ്തുകൊണ്ടോ അതിനെ സെറ്റാര അല്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്തുകൊണ്ടോ അതിൻ്റെ ഒരു കമൻറ്റ് ആ ഒരു ഭരണത്തെക്കുറിച്ചുള്ളൊരു കമൻറ്ററീസോ അല്ലെങ്കിൽ അതിന് ഇഷ്യൂസ് വിൽ ബി ടോക്ഡ് ഓൺ ദാറ്റ് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഓരോ ഇഷ്യൂസ് ഇപ്പം ഇങ്ങനത്തെ ഓരോ എന്തൊക്കെയാണോ നടക്കുന്ന ആ സംഭവങ്ങളെല്ലാം കോമിക് മോഡിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുന്ന ലെവലിലാണ് കോമഡി മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ and comedy ending also will be very happy ending. So this pitch and now I will discuss you about what is the difference between a comedy and a tragedy. The difference between the tragedy and comedy. ട്രാജഡിയും കോമഡിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഏൻഷ്യൻ ഗ്രീക്ക് ട്രാജഡീസ് ആർ യൂഷ്വലി ബേസ്ഡ് ഓൺ ലെജൻഡ്സ് ആൻഡ് മിത്തോളജി. ഇപ്പം ലെജൻഡ്സ് ഓർക്കപ്പെടുന്ന ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹീറോസോ ആയിരിക്കാം ഏൻഷ്യൻ ട്രാജഡി. ഓക്കെ, whereas comedies are related to everyday lives of politics. everyday lives of politics, ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്സിനെ കുറിച്ചിട്ടായിരിക്കാം കോമഡീസ്. Now tragedies are serious plays with victims, faith, abandonment, curses, gods meddling with human, etc. So we can see here tragedy serious plays ആയിരിക്കും. വിക്ടിംസ് ഫെയ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ഹീറോൻ്റെ ഫോള്, കേഴ്സ്, God, they're fighting between gods and people, everything you can see. But comedies are light and its ending is generally a happy one. It presents the life of a citizen, his follies and foibles of day-to-day life. ഒരു സിറ്റിസൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഫൂളിഷ്നെസ് കൊണ്ടോ റോങ് ആയിട്ട് സംഭവിക്കുന്ന തെറ്റുകളായിരിക്കാം കോമഡീസ് ഹൈലൈറ്റ് ചെയ്യുക. Tragedy, the ending is sad and it highlights the catharsis in which the audience experiences fear and pity towards the hero. അപ്പം ട്രാജഡി കണ്ട് അതിൻ്റെ ശേഷം ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ, ആ കഥാസിസ് ഫീലിംഗ് എലമെൻറ്റ് വിൽ ബി പ്രസൻറ്റ്. ദെൻ ദ ഓഡിയൻസ് വിൽ എക്സ്പീരിയൻസ് പിറ്റി ഓഫ് ഫിയർ ടുവേർഡ്സ് ദ ഹീറോ. But in comedy we can say the central mark of comedy is laughter.
It also helps to understand the faults and the shortcomings of human nature. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഒരാൾ ചെയ്യുന്ന ഇപ്പോൾ അയാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന ഫോൾട്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമൻ നേച്ചറിൽ വരുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഷോർട്ട് കമ്മിങ്സ് മീൻസ് ഒരു ഷോർട്ട് നേച്ചറിൽ വരുന്ന ഫോൾട്സ് വി ക്യാൻ സീ. Then tragedy, the plot is complete and there will be a perfection. A tragedy ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലോട്ട് ഉണ്ടാവും and there will be a perfection, but in comedy it gives more important to the distorted portraits of human nature rather than perfection. അപ്പം ഒരു ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു തെറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യാൻ rather than perfection കിട്ടണക്കാട്ടിയും അതിൻ്റെ ഒരു കുറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ ആയിരിക്കാം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡ്സും എറേഴ്സും ഒക്കെ ഫോൾട്ട്സൊക്കെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. Now we can go to the difference. ഇപ്പോൾ ഇവിടെ ട്രാജഡി ആൻഡ് കോമഡി ഡിഫറൻസ് we have noted. Now we can go to the difference between old comedy, new comedy. Old comedy we can see plays were written by Aristophanes. Okay, old comedy plays were written by Aristophanes, whereas new comedy we can see plays were written by Menander, Plautus, Diphilus, Philmon, etc. Okay, then old comedy satirizes the life of the polis, or the city life of maybe the religious city. ആ സിറ്റീനെ കുറിച്ചിട്ടുള്ളൊരു സറ്റാരിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ ഇഷ്യൂസോ സെറ്റായി അവരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോക്ക് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ ഓൾഡ് കോമഡിയിൽ കാണാൻ പറ്റും. ന്യൂ കോമഡി ലുക്സ് അറ്റ് ദ ഹ്യൂമൻ റിലേഷൻസ്. ഹ്യൂമൻ റിലേഷൻസും അവർ ഫോൾസും അല്ലെങ്കിൽ അതിൻ്റെ എറേഴ്സും തമ്മിലുള്ള സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. ഓൾഡ് കോമഡി ഈസ് കോൾഡ് പൊളിറ്റിക്കൽ കോമഡി, സിമിലർ ടു മോഡേൺ പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. ഇപ്പോൾ മോഡേൺ പൊളിറ്റിക്കൽ കാർട്ടൂൺസ് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് കോമഡി ഒരു പൊളിറ്റിക്കൽ കോമഡി ആയിരിക്കാം മോസ്റ്റ്ലി, പ്രോബബ്ലി അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഓൾഡ് കോമഡി. New comedy focuses on matters such as complication, love relationship, family relations, family തമാശകൾ അല്ലെങ്കിൽ ലവ് റിലേഷൻസും തമ്മിലുള്ളൊരു തമാശകളെല്ലാം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പബ്ലിക്കിൽ വെച്ചിട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു കോമഡി ഷോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് കോമഡി കാരിക്കേച്ചേർഡ് ദ റിച്ച്, ദ ഫേമസ് ഓർ റൂളിംഗ് എലൈറ്റ്. കാരിക്കേച്ചർ പറഞ്ഞാൽ ഒരു ഫേസ് വെച്ചിട്ട് അമ്യൂസ് ചെയ്യുക, ഓക്കെ, കളിയാക്കാം. അപ്പം വലിയ വലിയ റോയൽസോ പൊളിറ്റിക്സിൻ്റെ ഫേസ് വെച്ചിട്ട് അത് ആ ഒരു കോമഡി ഫേസാക്കി വരച്ച് വെക്കുക, അതിന് കാരിക്കേച്ചർ. ദെൻ അങ്ങനെ റിച്ച് ആൻഡ് അലൈറ്റ് ഫേസസ് അവർ വെച്ചിട്ടായിരിക്കും കളിയാക്കിക്കൊണ്ടായിരിക്കും ഓൾഡ് കോമഡീസ്. The characters of this comedy were drawn from the masses of everyday people. സാധാരണക്കാരായ ആൾക്കാർ നിന്നാണ് എടുക്കുന്നത്. ഒരു അബദ്ധങ്ങളാവും, എററാവും, ഫൂളിഷ്നെസ് ആവും, എവിടെയെങ്കിലും വെച്ച് നടക്കുന്നോ അല്ലെങ്കിൽ ആനിമൽ സീൻസോ അങ്ങനെ എന്തായിരിക്കാം ന്യൂ കോമഡീസ്. ദ കോറസ് വാസ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദ ഓൾഡ് കോമഡി. ആ ഓൾഡ് കോമഡി ടൈമിൽ കോറസ് നല്ല ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പോൾ കോറസ് ഏറ്റ് പറയുന്ന അവർ തമ്മിലുള്ള സംഭാഷണം, അവർ തമ്മിലുള്ള ഒരു ക്യാരക്ടറും കോറസും തമ്മിലുള്ളൊരു എക്സ്ചേഞ്ച് ഓഫ് ഡയലോഗ്സ് വി കൻ സീ ഇൻ ഓൾഡ് കോമഡി. ബട്ട് ഇൻ ന്യൂ കോമഡി ഷിഫ്റ്റ് ഓഫ് കോറസ് ടു എ കൈൻഡ് ഓഫ് നറേറ്റീവ് ക്യാരക്ടറൈസേഷൻ. ഇപ്പോൾ അവിടെ ആ ഒരു കോറസിനെ എടുത്ത് മാറ്റിയിട്ട് നറേറ്റീവ് മോഡലാക്കി ഒരാൾ അത് അഭിനയിച്ച് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിഗർ അവരെക്കുറിച്ച് പറയുക നറേഷൻ ടെക്നിക്കായിട്ട് മാറ്റിയിട്ടുണ്ട് ന്യൂ കോമഡിയിൽ. കോറസ് വിൽ ബി നോട്ട് ദെയർ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി നോട്ടഡ് ഫോർ ഓൾഡ് കോമഡി ആൻഡ് ന്യൂ കോമഡി. ദെൻ വി ക്യാൻ ഡിസ്കസ് the beginning of Roman drama and Livius Andronicus and the beginning of Roman drama.